ഇപ്പോഴാണ് മക്കളെ സൂര്യണ്ണൻ നായകനായി എത്തിയിട്ടുള്ള കറുപ്പ് സിനിമ കണ്ടിട്ട് വന്നത്. സിനിമ എങ്ങനെയുണ്ട്, സിനിമ സൂര്യക്ക് കംബാക്ക് ആണോ അല്ലയോ എന്ന് ഈ വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് തന്നെ കഥയും തിരക്കഥയൊക്കെ നോക്കി സിനിമയ്ക്ക് പോകുന്നവരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറ്റിയ സിനിമയല്ല, നിങ്ങൾക്ക് പറ്റിയ സിനിമ വേറെ വരും. സിനിമയിൽ നല്ല രീതിയിൽ ഫാന്റസി എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞാണ് സൂര്യയുടെ എൻട്രി. അതുവരെ നല്ല അലമ്പായിരുന്നു. ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടെ എങ്കിലും ബെറ്റർ ആയിട്ട് തോന്നിയത്. കറുപ്പ് സാമിയായിട്ട് വന്നിട്ടുള്ള സൂര്യണ്ണന്റെ സ്ക്രീൻ പ്രസൻസ് ആൻഡ് പെർഫോമൻസ് എല്ലാം കൊള്ളാം. പക്ഷേ ഇത് സൂര്യണ്ണന്റെ പ്രോപ്പർ കംബാക്ക് ആണെന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കില്ല. സിനിമയിൽ വന്നിട്ടുള്ള കോർട്ടൂൺ ഡ്രാമ ആയാലും ഇമോഷൻ സീൻ ആയാലും ഒരു പരിധി വരെ വർക്കായിട്ടുണ്ട്. സിനിമയിൽ സൂര്യ കഴിഞ്ഞും സ്ക്രീൻ ടൈം ഉള്ളത് വില്ലൻ ആർജെ ബാലാജിക്കാണ്. എന്നാൽ വില്ലന്റെ പെർഫോമൻസ് ഒട്ടും വർക്കായില്ല. തൃശയ്ക്ക് സിനിമയിൽ സൂര്യയുടെ കറുപ്പ് സാമിക്ക് ബിൽഡപ്പ് ചെയ്യുക എന്നത് മാത്രമാണ് ജോലി. സിനിമയിൽ കുറച്ച് മലയാളം ആക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതിൽ ഇന്ദ്രൻ ചേട്ടന്റെ പ്രകടനമൊക്കെ കൊള്ളാമായിരുന്നു. ഒരു കാര്യം പറയാതെ വയ്യ, സായി അഭ്യങ്കറുടെ മ്യൂസിക് ഒരു രക്ഷയുമില്ല. ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് തന്നെ അതാണ്. കുറെ അധികം റെഫറൻസ് സീനൊക്കെ സിനിമയിൽ വരുന്നുണ്ട്. അതൊക്കെ കിടിലിനായിട്ട് സിനിമയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ സൂര്യ ഫാൻസിന് തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയുള്ളതെല്ലാം സിനിമയിൽ ആവറേജ് അല്ലെങ്കിൽ അതിന് തൊട്ടു മുകളിൽ നിൽക്കുന്ന ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നാൽ സൂര്യ ഫാൻസിന് എല്ലാവർക്കും ഒന്നിച്ച് തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ ഒരു പടമാണ്. എന്റെ റേറ്റിംഗ് സിനിമയ്ക്ക് 10/7. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമന്റ് ബോക്സുമായി രേഖപ്പെടുത്തുക.